Hello friends, welcome to my YouTube channel Common Kitchen Dish. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കൊരു കടല ചുണ്ടൻ തയ്യാറാക്കാം. ഗ്ലൂട്ടൻ അലർജിയുള്ള കുട്ടികൾ കൂടുതൽ അരിയാഹാരമായിരിക്കും കഴിക്കുന്നത്. റവ, മൈദ, ഗോതമ്പ് ഇതൊക്കെ ഒഴിവാക്കി അതിന് പകരം അരിയായിരിക്കും അവർ കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടി വരും. അതുകൊണ്ട് നമുക്ക് സൺഡേയിൽ ബ്രേക്ക്ഫാസ്റ്റ് കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയിട്ട് നമുക്കൊരു ഭക്ഷണ രീതി തയ്യാറാക്കാം. എല്ലാ സൺഡേയും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും ഈസിയാണ്. നമുക്ക് എന്നും ഒരേപോലെ ആഹാരം ഉണ്ടാക്കി അത്രയും സമയം ആവശ്യമില്ല. ഈസിയായിട്ട് നമുക്കും പല വെറൈറ്റി ആയിട്ടുള്ള പല ഫുഡുകളും ഉണ്ടാക്കാം. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടല കുതിർത്ത് ഒന്ന് മുള വന്നതിന് ശേഷം വേവിച്ചെടുത്തതാണ്. അത് നമുക്കൊരു കടല ചുണ്ടൻ തയ്യാറാക്കാം. അത് എളുപ്പവുമാണ്. നമുക്ക് തലേന്നേ വേണമെങ്കിൽ വേവിച്ച് വെക്കാം. നമുക്ക് ഞായറാഴ്ച കുറച്ച് ലേറ്റായിട്ട് ചെയ്താലും മതിയാവും. വെറൈറ്റി ആകുമ്പോൾ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അങ്ങനെ പലതും മാറ്റി ചെയ്യണം ഓരോ ആഴ്ചയിൽ. ഇപ്പോൾ ഓരോ ആഴ്ചയിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അരി അങ്ങനെയുള്ളത് ഒഴിവാക്കുകയാണെങ്കിൽ കുട്ടികൾക്കത് വളരെ നല്ലതായിരിക്കും. അതേപോലെ ചെറുപയർ തേങ്ങ ചേർത്ത് പഞ്ചസാരയും ചേർത്ത് കഴിക്കാം. അതിൻ്റെ കൂടെ ഒരു ജ്യൂസും ആയാലും നല്ലതായിരിക്കും. കടലച്ചുണ്ടനും അതിൻ്റെ കൂടെ ഒരു ജ്യൂസോ സ്മൂത്തിയോ ഒക്കെ ആകുമ്പോൾ നമുക്ക് അരി ഒഴിവാക്കാം. വെറൈറ്റി ഫുഡാകുമ്പോൾ കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും. മുട്ട ഒരു 2 മുട്ടയൊക്കെ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് വെജിറ്റബിളൊക്കെ സാലഡ് പോലെ ഉണ്ടാക്കി വെജിറ്റബിളൊക്കെ ചേർത്തിട്ട് നമുക്കത് പീസാക്കി കൊടുക്കുകയാണെങ്കിലും അതും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ മാറ്റി എല്ലാ സൺഡേയും നമുക്ക് അരിയാഹാരം ഒഴിവാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അരിയാഹാരം ഒഴിവാക്കാൻ ശ്രമിക്കാം. എല്ലാ നേരവും അരിയാഹാരം കൂടുതൽ കഴിച്ചാലും അത് ഭാവിയിൽ ദോഷമുണ്ടാവും. നമ്മൾ ബ്രൊക്കോളി, കോളിഫ്ലവർ, ക്യാബേജ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സാലഡ് പോലെയും അല്ലെങ്കിൽ നമുക്കത് ഫ്രൈ പോലെയും ഒക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഏത്തപ്പഴമൊക്കെ അടിച്ച് സ്മൂത്തിയാക്കി ചെയ്താലും നല്ല വിശപ്പടങ്ങും. പിന്നെ നമുക്ക് നട്ട്സ് വർഗ്ഗങ്ങളൊക്കെ പലതും മാറ്റി നമുക്കതും ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുട്ടികൾക്ക് വിശക്കുകയില്ല. നമ്മളിവിടെ കടല ചുണ്ടൻ തയ്യാറാക്കിയിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയകത്ത് കടുക് താളിച്ചതിന് ശേഷം നമ്മൾ മുളപ്പിച്ച കടലയായിരുന്നു. അത് വേവിച്ചെടുത്തതും ചേർത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും. വേണമെന്നുണ്ടെങ്കിൽ ചെറിയതായിട്ട് കുരുമുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ മുളക് പൊടിയും ചേർക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കടലച്ചുണ്ടനാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്